നമസ്കാരം. നമ്മൾ ഈ ഓവറിൽ സ്ത്രീകളുടെ ഓവറിൽ സിസ്റ്റ് ഉള്ളവരെ 2 രീതിയിലായിട്ടാണ് പറയുന്നത്. അതായത് PCOD എന്നും പറയും, PCOS എന്നും പറയും. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതായത് PCOD എന്ന് പറഞ്ഞിട്ടുണ്ട് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. ഇത് ഓവറിയിലുള്ള അല്ല അണ്ഡാശയത്തിലുള്ള സിസ്റ്റുകൾ ഉള്ളതിനെ മാത്രം പറയുന്നത്. എന്നാൽ PCOS ആണെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഇത് സിസ്റ്റ് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. PCOD ആകുമ്പോൾ അണ്ഡാശയങ്ങൾ വളർച്ചയില്ലാത്തതോ അല്ലെങ്കിൽ ഭാഗികമായി വളർന്നതോ ആയ അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അവ സിസ്റ്റുകളായിട്ട് മാറുകയും ചെയ്യുന്നു. PCOS ആകുമ്പോൾ ഇത് കുറച്ചുകൂടി ഗുരുതരമാണ്. ഇവിടെ അണ്ഡാശയങ്ങൾ ഉയർന്ന അളവിലുള്ള പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ധാരാളം സിസ്റ്റുകൾ ഫോമും ആകും. പിന്നെ PCOD ആകുമ്പോൾ ഇത് സാധാരണമാണ്. അതായത് ഒരുപാട് സ്ത്രീകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും. അതേസമയം PCOS ആകുമ്പോൾ PCOD ഉള്ളവരെ അപേക്ഷിച്ച് ഇത് വളരെ കുറച്ച് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. അതുപോലെ PCODയിൽ സ്ത്രീകളിൽ പ്രത്യുൽപാദനശേഷി അധികം ബാധിക്കില്ല. 80% പേർക്കും ചെറിയ മരുന്നുകളൊക്കെ കൊണ്ട് തന്നെ ഗർഭം ധരിക്കാൻ സാധിക്കും. അതേസമയം PCOS ആകുമ്പോൾ അണ്ടോൽപാദനം നടക്കാത്തതിനാൽ ഗർഭിണിയാകാൻ വളരെ പ്രയാസമാണ്. പിന്നെ ഗർഭിണി ആയാലും അബോർഷൻ അല്ലെങ്കിൽ മാസം തികയാതെയുള്ള പ്രസവം, ഗർഭകാലത്തുള്ള കോംപ്ലിക്കേഷനൊക്കെ സാധ്യതയുണ്ട്. കൂടാതെ PCODയിലാണെങ്കിൽ അധികം കോംപ്ലിക്കേഷൻ ഒന്നും കാണില്ല. അതേസമയം PCOSലാകുമ്പോൾ ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പൊണ്ണത്തടി, എൻഡോമെട്രിയം, യൂട്രസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് എന്നിവിടങ്ങളിലെ ക്യാൻസറിനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി PCODയിലാകുമ്പോഴേക്കും രോഗലക്ഷണങ്ങൾ കുറവാണ്. അപൂർവമായി മാത്രമേ കണ്ടുപിടിക്കപ്പെടുന്നുള്ളൂ. അതേസമയം PCOS ആണെങ്കിൽ ചെറുപ്പം മുതലേ രോഗലക്ഷണങ്ങൾ കാണാം. പിന്നെ PCODയിൽ ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങൾ, മരുന്നുകൾ എന്നിവ ഉപയോഗിച്ച് അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും. അതേസമയം PCOS ആകുമ്പം മറ്റു പല രോഗങ്ങളൊക്കെ കൂടെ ഉള്ളതിനാൽ അതിനെല്ലാം കൂടെ നല്ല രീതിയിലുള്ള ചികിത്സകളും മറ്റു വന്ധ്യതാ ചികിത്സകളും ഒക്കെ ആവശ്യമായിട്ട് വരാം. ഇനി PCODയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം ഈ ആർത്തവ ക്രമക്കേടുകളാണ്. അതായത് ക്രമരഹിതമായ ആർത്തവം, ചിലപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം ആവുക, ചിലപ്പോൾ 2, 3 അല്ലെ 4 മാസമൊക്കെ ആർത്തവം വരാതിരിക്കുക, ഒന്നുകിൽ അമിത രക്തസ്രാവം, ചിലപ്പോൾ ബ്ലീഡിങ് ഇല്ലാണ്ടിരിക്കുക, ചെറിയ സ്പോട്ടിങ് പോലെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുക, പിന്നെ പീരിയഡ്സ് ടൈമിൽ വയറ്, നടു, പുറം, കാലുകളൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുക, അമിത രോമ വളർച്ച, പ്രത്യേകിച്ച് മുഖം, പുറം, വയറ്, നെഞ്ച് അവിടെയൊക്കെ ധാരാളം രോമം വളരുക, പിന്നെ മുഖത്തും നെഞ്ചിലുമൊക്കെ കുരുക്കളൊക്കെ കാണുക, പിന്നെ അമിതമായി ശരീരഭാരം കൂടുക, മുടി കൊഴിച്ചിലല്ല മുടി കനം കുറയുക, ചിലർക്ക് പുരുഷന്മാരുടേതുപോലെ കഷണ്ടി പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ ചർമ്മമൊക്കെ കറുത്ത്, അതായത് കഴുത്ത്, ആംപിറ്റ്, ബ്രസ്റ്റിനൊക്കെ താഴെയൊക്കെ കറുത്ത് വരിക, പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, പിന്നെ സാമൂഹിക ബന്ധങ്ങളൊക്കെ കുറയ്ക്കുക, ആത്മവിശ്വാസം കുറയുക, ഉറക്കക്കുറവ് ഒക്കെ ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാം.